മധ്യ തിരുവിതാംകൂറിൽ UDF-ന് വലിയ തകർച്ചയുണ്ടായിരിക്കുന്നു, ആലപ്പുഴയും കോട്ടയം പോലെയുള്ള ജില്ലകളിൽ. അവിടെ നിന്ന് CPM-ന്റെ ഒരു പുതിയ നേതൃത്വമായി സജി ചെറിയാനെ പോലെയുള്ള നേതാക്കൾ കടന്നു വരുന്നു. അതിന്റെ ഭാഗമാണ് ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കിയതെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പദ്ധതിയെ മൊത്തത്തിൽ ഞാൻ എടുക്കുമ്പോൾ ഇതിനകത്ത് അഴിമതി വളരെ വ്യക്തമാണ്. ഈ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്, കിക്ക് ബാക്കിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അതാണ് കൺസൾട്ടൻസി മുതൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അലൈൻമെന്റിൽ എത്തിച്ചേരുന്നു. ഇനി ഓരോ ഘട്ടം വരുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. വാസ്തവത്തിൽ ഇത് ഈ ജപ്പാൻ കമ്പനിയുമായിട്ട് ലോൺ എടുക്കുന്നതിൽ തന്നെ വലിയ തോതിലുള്ള അഴിമതിയുണ്ട്. കാരണം ചരടുകളില്ലാത്ത വിദേശ വായ്പയാണ് CPM ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചരടുകളുള്ള വിദേശ വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന വലിയ തോതിലുള്ള അഴിമതി അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരും. അല്ല, അതാണല്ലോ ഇപ്പൊ സൂചിപ്പിച്ചത്. ഞാൻ ഏതായാലും 25-ാം തീയതി അവിടെ പോകുന്നുണ്ട്. 25-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ചെങ്ങന്നൂർ, വെൺമണി ഈ പ്രദേശത്തൊക്കെ ഞാൻ സന്ദർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഇതിപ്പോ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ അഴിമതി ശരിക്കും UDF നേതാക്കൾ അത് കൃത്യമായി പുറത്തു കൊണ്ടുവരേണ്ടതല്ലേ, അതിന്റെ പുറകെ കൂടേണ്ടതല്ലേ? ഞങ്ങൾ കൊണ്ടുവരുന്നത് അതല്ലോ മാത്രമാണ് അഴിമതിയുടെ പോരിലേക്ക്. അല്ല, അതല്ല, എല്ലാവരും അക്കാര്യത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഇത് അഴിമതി തന്നെയാണ്. ഈ പദ്ധതി അഴിമതിക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതിയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണിത്? വാസ്തവത്തിൽ ഞാൻ നേരത്തെ നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ്, ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് വരെ വരാൻ 6.5 മണിക്കൂർ മതി. വളവുകൾ നികർത്തുകയും സിഗ്നലിംഗ് ശരിയാക്കുകയും ചെയ്താൽ ഇത് 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ പദ്ധതി വലിയ തോതിലുള്ള ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സിൽവർ ലൈനെതിരായ പ്രതിഷേധം UDF ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസ് അതിന്റെ മുൻനിരയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, വലിയ അഴിമതി ആരോപണമാണ് ഇപ്പോൾ നേതാക്കൾ ഉന്നയിക്കുന്നത്. നേരത്തെ K. സുധാകരൻ KPCC അധ്യക്ഷൻ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ പദ്ധതിയിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത്, സർക്കാരിന്റെ താൽപര്യം എന്നത് ഈ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. സിൽവർ ലൈൻ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നാളെ ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. പദ്ധതിക്കുള്ള അന്തിമ അനുമതികൾ വേഗത്തിലാക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരുമായി KRail MD ചർച്ച നടത്തും. വിവരങ്ങളുമായി VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, KRail MD ഡൽഹിയിൽ തുടരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കാൻ പോകുന്നു. ഒന്ന്, പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കുക, മറ്റൊന്ന് രാഷ്ട്രീയമായി കൂടി വിമർശനങ്ങൾക്ക് തടയിടുക. ഇതാണോ മുഖ്യമന്ത്രി സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും ഇത് രണ്ടും തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനത്തിന്റെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. നാളെ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. KRail സിൽവർ ലൈൻ പദ്ധതി വേഗത്തിലാക്കണം, അതിനുള്ള അനുമതി, കേന്ദ്ര അനുമതി വേഗത്തിലാക്കണമെന്നാകും പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുക. KRail MD അജിത് കുമാറിന്റെ ഡൽഹിയിലുണ്ട്. അദ്ദേഹം റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി പദ്ധതിയുടെ അനുമതികൾ വേഗത്തിലാക്കുകയാണ് അദ്ദേഹത്തിന്റെയും സന്ദർശന ഉദ്ദേശം. സംസ്ഥാനത്ത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോൾ കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് കൂടിക്കാഴ്ചയ്ക്കായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മന്ത്രി സജി ചെറിയാനായി സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സജി ചെറിയാന്റെ വീടിരിക്കുന്ന സ്ഥലത്താണ് അലൈൻമെന്റ് മാറ്റിയത്. ചെങ്ങന്നൂർ കുറിച്ചിമുട്ടത്താണ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയത്. ഇതിന്റെ ഗുണം ആർക്ക് കിട്ടിയെന്ന് മന്ത്രി മറുപടി പറയുമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഒരു സ്ഥലത്തും ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും എല്ലാം കൃത്യതയോടുകൂടിയാണ് പോകുന്നതെന്നും ഞങ്ങൾ ഇതിനകത്ത് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല എന്നും KRail MD അജിത്ത് ആവർത്തിച്ചു പറയുമ്പോഴും ഈ രണ്ട് മാപ്പുകൾ തമ്മിൽ എങ്ങനെ യോജിക്കും? ഒരു വശത്ത് അവരുടെ നിർദ്ദിഷ്ട KRail വരുന്നതിന്റെ ഇടതുവശത്ത് വയ്ക്കുന്ന കുറെ സ്ഥാപനങ്ങളും ഇപ്പോൾ KRailന്റെ മാപ്പിനകത്ത് കാണുന്നത് വലതുവശത്തുള്ളത്. സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു മാറ്റം ഉണ്ടായില്ലേ? ആർക്കു വേണ്ടി? ഈ മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്?
അതെന്താണ് എന്നുള്ളത് KRailന്റെ MD പറയണം. അതോടൊപ്പം എന്നെ വിളിച്ച ശ്രീ സജി ചെറിയാനും ഒന്ന് ജനങ്ങളോട് വിശദീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ അലൈൻമെന്റിൽ തന്റെ വീട് വന്നാൽ പൂർണ്ണ മനസ്സോടെ വിട്ടു നൽകും എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ മറുപടി. അലൈൻമെന്റ് തീരുമാനിക്കുന്നത് താനല്ല, തിരുവഞ്ചൂരിന് കാര്യവിവരം ഉണ്ടെന്നായിരുന്നു ധാരണയെന്നും മന്ത്രി മറുപടി നൽകി. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും തരം താഴ്ന്ന ഒരു കാര്യം പറയാൻ പാടില്ല. കാരണം KRailന്റെ ഡിസൈൻ തയ്യാറായിട്ടില്ല, അലൈൻമെന്റ് തയ്യാറായിട്ടില്ല. അതിന്റെ സാധ്യതാ പഠനം നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതിന്റെ പാരിസ്ഥിതികാഘാതം, സാമൂഹികാഘാതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കല്ലിടിയിൽ നടത്തുന്ന ഒരു സന്ദർഭത്തിൽ അലൈൻമെന്റ് റെഡിയായി, നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റ് സജി ചെറിയാൻ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? അതിന് ഞാനൊരു മറുപടി ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. എൻ്റെ സ്ഥലത്തൂടെ അതേ മുൻകൈ എടുത്ത് അലൈൻമെന്റ് നിശ്ചയിച്ച് ഇത് വിടുക, എനിക്കൊരു പൈസയും വേണ്ട. ആ പണം അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കാം. ഞാൻ ആ സ്ഥലം ഒരു ചാരിറ്റി സംഘടനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കിട്ടുന്ന പണം അദ്ദേഹം ആ ചാരിറ്റി സംഘടനയ്ക്ക് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്? വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ഇന്നലെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട പരാമർശം, സജി ചെറിയാന്റെ പരാമർശം ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ മന്ത്രി ഇപ്പോൾ മന്ത്രിക്ക് എതിരെ, സജി ചെറിയാന് എതിരെ രംഗത്തെത്തുന്നു. അതിന് സജി ചെറിയാൻ നൽകുന്ന മറുപടിയോടെ ഈ വിഷയം അവസാനിക്കുന്നു എന്ന് വിലയിരുത്താനാകുമോ? എന്തായാലും സജി ചെറിയാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിയിട്ടുണ്ട്. ഇത്തരത്തിൽ അലൈൻമെന്റ് തുടങ്ങാനുള്ള സമയം പോലും ആയിട്ടില്ല. അതിനും മുന്നോടിയായി താൻ എങ്ങനെയാണ് അലൈൻമെന്റ് മാറ്റുന്നത്? ഇത്തരത്തിൽ കാര്യവിവരമുള്ള ഒരാളാണ് തിരുവഞ്ചൂർ ഇത്തരം ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുമെന്ന് കരുതിയിരുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റ് പോലും തനിക്ക് മാറ്റാനോ അല്ലെങ്കിൽ അലൈൻമെന്റ് നടത്താനോ തനിക്ക് അതിനുള്ള കഴിവില്ല. തിരുവഞ്ചൂരിന് വേണമെങ്കിൽ തന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് കൂടി അലൈൻമെന്റ് ആക്കിക്കോട്ടെ, തന്റെ വീട് വിട്ടു നൽകാൻ താൻ പൂർണ്ണമായി തയ്യാറാണ്. അതിൽ നിന്ന് വേണമെങ്കിൽ തന്റെ ഭൂമിയും വീടും ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന തുക അത് വേണമെങ്കിൽ തിരുവഞ്ചൂരോ കോൺഗ്രസ് നേതാക്കളോ വാങ്ങിയ ശേഷം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയാൽ മതിയാകും. എന്തായാലും താൻ ഇടപെട്ട് ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ അത്തരമൊരു അതിനുള്ള സമയം പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അലൈൻമെന്റ് പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അലൈൻമെന്റ് താൻ മാറ്റുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. അതേസമയം കഴിഞ്ഞ ദിവസം ബഫർ സോണുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാദങ്ങൾ അദ്ദേഹം അത് തിരുത്തി. ഇത്തരത്തിൽ തന്റെ ഭാഗത്ത് താൻ പറഞ്ഞത് താൻ മനസ്സിലാക്കിയത് ശരിയായിരുന്നില്ല, അത് പാർട്ടി സെക്രട്ടറി തന്നെ തിരുത്തിയിട്ടുമുണ്ട്. താൻ മനസ്സിലാക്കിയത് നേരെ തിരിച്ചായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം വന്നത്. ബഫർ സോൺ ഉണ്ട് എന്ന് MDയും പാർട്ടി സെക്രട്ടറിയും അടക്കം പറഞ്ഞ സാഹചര്യത്തിൽ അത് തന്നെയാണ് കറക്റ്റ്. താൻ മനസ്സിലാക്കിയതിൽ വന്ന പിഴവായിരുന്നു അങ്ങനെ പറയാൻ ഇടയാക്കിയത്. അതുകൂടാതെ തിരുവഞ്ചൂർ അടക്കം തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്, തിരുവഞ്ചൂർ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളും തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന പല മധ്യ കേരളത്തിലെ പല മേഖലകളും ഇപ്പോൾ LDF വിജയിച്ചു വരികയാണ്. കോൺഗ്രസിനും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വില കുറഞ്ഞ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വാക്പോർ ഒരു ഭാഗത്ത് മുറുകുകയാണ്. അതേസമയം സജി ചെറിയാന്റെ വിശദീകരണത്തിന് ശേഷവും പ്രതികരണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. പരിശോധിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് KRail MDയാണ്. മുളക്കുഴിയിൽ മാറ്റം വന്നിട്ടില്ലെന്ന് സജി ചെറിയാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താൻ മുളക്കുഴിയിലെ കാര്യം പറഞ്ഞത് എന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. ആ പഞ്ചായത്തിൽ തന്നെയാണ് ഞാൻ ആ മാപ്പ് നിങ്ങൾക്ക് തന്നല്ലോ, നിങ്ങളുടെ കയ്യിൽ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലവാരം ഇല്ലാത്ത ഒരാളൊന്നുമല്ല. ഞാനൊരു ഉന്നത നിലവാരം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതല്ലാതെ ഞാൻ അതിനകത്ത് നിലവാരം കുറഞ്ഞൊരു പണിക്കേ പോവുകയില്ല. ആ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞത് എന്തോ ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സിൽവർ ലൈനിനെതിരെ സമരം നടത്തുന്നത് ആരാണെങ്കിലും അവരുടെ മുഖം നോക്കാതെ അവരെ പിന്തുണയ്ക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. അവിടെ കൊടി പിടിക്കാതെ സമരത്തിന്റെ ഭാഗമായി മാറണം. പിണറായി വിജയന്റെ നന്ദിഗ്രാമായി KRail മാറുമെന്നും സുധാകരൻ പറഞ്ഞു. പ്രാദേശിക തലത്തിൽ ഉടലെടുക്കുന്ന KRail സമരത്തിന്റെ പിറകിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അണിനിരക്കണം.
കൊടി പിടിച്ചല്ല. അവിടെ ആരാണോ സമരസമിതി, ആ സമരസമിതിയോടൊപ്പം സഹകരിച്ചുകൊണ്ട് നമുക്ക് രംഗത്തിറങ്ങാം. ആരാണോ സമരം നടത്തുന്നത് മുഖം നോക്കണ്ട, ആ സമരത്തോടൊപ്പം നമ്മൾ യോജിക്കുക, നമ്മൾ കൂടെ നിൽക്കുക, നമ്മൾ ജനമനസ്സിനെ കീഴടക്കുക, ജനമനസ്സിനെ കയ്യിലെടുക്കുക, അതുവഴി രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കുക എന്നതാവണം നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം. സിൽവർ ലൈൻ DPR ആദ്യം മുഖ്യമന്ത്രി പഠിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ യുദ്ധം ജനങ്ങൾ ജയിക്കും. ശബരിമലയിൽ സ്വീകരിച്ച നിലപാടിനേറ്റ തിരിച്ചടി ആവർത്തിക്കും. സിൽവർ ലൈൻ പദ്ധതി പിണറായിയുടെ വാട്ടർലൂ ആവുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ബ്രിട്ടീഷ് പോലീസ് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു രാജ്യമാണിതെന്ന കാര്യം അദ്ദേഹം മറക്കണം. പക്ഷെ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം, ഈ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കില്ല. അദ്ദേഹത്തിന്റെ വാട്ടർലൂ ആയിരിക്കും ഈ യുദ്ധം എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് പ്രക്ഷോഭം ആളിപ്പടർന്നപ്പോൾ കോടികൾ സർക്കാരിന്റെ ഖജനാവിൽ മുടക്കി വനിതാ മതിൽ കെട്ടിയ ഒരു മുഖ്യമന്ത്രിയാണിത്. ഞാൻ പരാജയപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം മുട്ടുമടക്കേണ്ടി വരികയുണ്ടായി. അതിലേക്കാർ നാണം കെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സമരമുഖത്ത് അദ്ദേഹത്തിന് പോകേണ്ടി വരിക. സിൽവർ ലൈൻ അടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇന്നും പ്രതിഷേധം നടന്നു. ചോറ്റാനിക്കരയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രതിഷേധക്കാർ കല്ലുകൾ പിഴുതുമാറ്റി. മലപ്പുറം തവനൂരിലും ജനങ്ങൾ സംഘടിച്ചു. ആറ്റിങ്ങലിൽ BJPയുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ പിഴുതുമാറ്റി. സിൽവർ ലൈനിന് എതിരായി പ്രതിഷേധം ചോറ്റാനിക്കരയിൽ ശക്തമാവുകയാണ്. കിടങ്ങയത്ത് സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 5 കല്ലുകൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ പിഴുതുമാറ്റി. കോൺഗ്രസ് നേതാക്കളും സമരസമിതിക്ക് പിന്തുണയുമായി എത്തി. പ്രതിഷേധം കണക്കിലെടുത്ത looking at all these aspects and see that such disastrous projects are not supported by the government of Narendra Modi ji under your leadership. Thank you, sir. Thank you. The next speaker is K.C. Venugopal. Mr. Venugopal, your party time is over. I am giving you a few minutes. Thank you, Chairman, sir. Letter. Please. Thank you, Chairman, sir, for giving me an opportunity to participate in the demand discussion of Indian Railway. We are all really proud of Indian Railway, which is the 3rd largest network in the world. Currently, the railway budget is primarily funded from 3 different sources. We know that. One is budget support from the central government, then extra budgetary support resources, primarily borrowing, and public-private partnership. Then the most important thing is internal resources, including passenger revenue. Surprisingly, over the past years, so many years, extra budgetary resources is increasing every day, including loans and privatization. Internal resources is coming down. Whether this is good for a healthy economy or not, I think Minister can throw some lights on that area. Because actually in the year 2019-20 EBR was 83 crores to 247.33. 2021 1,28,567 crores, and last budget it is 1,01,500 crores. The government is heavily depending upon EBR, basically including loans and privatization. We know when we are taking loan for developmental works, the burden of interest will come on common people only. Finally, the people will suffer. Therefore, in long run, this will depreciate the overall financial situation of the railway. Therefore, I think Minister will give some light on these things. Mr. Muralidharan already pointed out about the Vande Bharat mission now. We have announced 400 new Vande Bharat trains, 2020 to 23. Whether we are equipped to build this much Vande Bharat train, or what is the government plan about that? I would like to know about that.
2-3 concerns I have to share with the Honorable Minister. Earlier times also, during the question hour, I took the opportunity to bring into your notice about the senior citizens' issues, their concessions, so far not solved. Therefore, that's not, that issue is not solved. I raised that issue in the Parliament. That issue is not solved. The concession of senior citizens has been suspended since regular train stopped operation in 2020. With the COVID pandemic relaxed, the railway has resumed train services also. What is the stand on the government on the senior citizens concession? We are talking about so many things about the senior citizens upliftment, their benefits. But what is the clear stand on government on this thing? I would like to know about that. In 2020, the railway used to give concession in 53 categories, including senior citizens, students, sports person, and medical professionals. Out of the 53, only 15 categories are now getting concession. Earlier, 50% discount was given to senior female passengers. We are talking about women empowerment. And 40% to male passengers in all classes. That is not already stopped. That is already stopped. Therefore, it should be reviewed. I think Minister will give some concrete positive reply on this regard. Sir, I am coming from Kerala. I am representing Rajasthan. Therefore, both the states need some railway assistance financially. Even though we are having so much financial constraints, I think the Ratlam-Dungapur via Bansara via new rail line project was sanctioned in railway budget, but work is in slow process. Completion of Ajmer-Savai Madhapur is also a lane project in Rajasthan. It should be expedited in a bigger way. Kerala, all over India, now the passenger services has been commencing, started. But few only. I think in Kerala only one passenger train already, Trivandrum-Nagarkovil, has been started so far. Common people are using this passenger train only. The express trains are used by the regular passengers of something. Common people, ordinary people using passenger trains. Therefore, Minister should consider about starting passenger train all over India in a full-fledged manner. Then coming to the major thing, 1.1, which is very, very, very important things. I think the Honorable Bittas raised the issue of Silver Line project. Muralidharan also told. I'm very sad to say that, Honorable Chairman, sir. We, our CPM colleague, and we together fought against the Mumbai-Ahmedabad bullet train. Why? Mumbai-Ahmedabad bullet train, 1,25,000 crores from public exchequer. It is not on a priority-based project. The people are suffering to travel in ordinary coaches. The lack of coaches is there. Lack of railway tracks is there. Government is not modernizing in any way. They are concentrated, Modi government concentrated on Mumbai-Ahmedabad bullet train. CPM Central Politburo passed a resolution against that project. We stand together with the Congress and CPM stand together with to fight against that project. Still, I am thinking Maharashtra unit of CPM is totally opposing that project. Why this hurry of Silver Line project, my dear colleagues? Why this project? 30,000 family is going to be evicted. Kerala is the goat's own country. We are calling it the goat's own country. Why? The natural beauty of the Kerala, ecological fragileness of Kerala. But now we are hearing the crying sound of people, children's, elder women's. You can even see, imagine a communist government is bulldozing this anti-environmental project like this. Can you imagine? I can imagine a BJP government which is totally sponsored by corporate groups is doing bulldozing this type of things. Can you imagine that a communist government is bulldozing all these things? Therefore, the Honorable Railway Minister, the survey thinks the stone is putting everywhere on the name of central government. They are telling they are got in principle sanction from you. That is why they are putting stone. Every morning, some of the family members, they come to see the sun in every morning, but instead of seeing the sun, they are saying some stone is putting in their house.
actually as a villain of their life. There is no environmental impact study. Here only mentioned that there are 2 floods we faced. The people of Kerala are in a very difficult situation. They are in a very difficult situation. Please conclude. No, sir, 2 minutes only. I'm concluding. See, your party doesn't have time, but the chair has given they are you now time. telling 65,000 projects. Was given, you have They are talking about 65,000 projects. But now it will come around 1 lakh. Where is the money is coming, sir? Where is 1 lakh crore is coming? There is a thing. There is a line is there. There is a line. Yes. Whenever we are talking about the common people, you will tell that BJP and Congress together. You people are together. CPM and BJP are together to kill us. No. We don't want BJP support. I'm concluding. I'm concluding. Sir, I'm concluding this. Sir, I'm telling only one thing. There is a clear-cut level. We have 4 airports, sir. Kannur, Kozhikode, Kochi, Trivandrum. In Kerala, we have 4 airports. Bullet, this high-speed, semi-speed rail. How much will be the passenger fare? We know that. Develop these 4 airports, brother. Have Udan scheme. Make use of Udan scheme everywhere. Develop the existing railway line. Take the government of India support to expand the existing railway line. Then you do that. Without doing that, if the Kerala government is bulldozing there, I would like to ask the railway minister. It is the minister's duty to clear that whether the government is given the sanction for this project, whether the DPR has been approved, whether environmental study has been conducted, any economical impact study has been conducted, then why? Socio-economic study. Then these are Thank you. Which is causing the common man of the Kerala. I am calling the next speaker. The common people is there in Kerala. Thank you. Whether the minister is going to intervene, stop these things. Thank you. The next speaker is Ajit Kumar Bhuya. Thank you. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചയിൽ, അതായത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായാണ് സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ എല്ലാം ഉന്നയിച്ചത്. നേരത്തെ CPIMന്റെ പ്രതിനിധിയായ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് ഈ വിഷയം ഉന്നയിച്ചു. അതിനുശേഷം മന്ത്രി വി മുരളീധരൻ ഈ പദ്ധതിക്ക് അനുമതി നിലവിൽ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം പാർലമെന്റിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ കോൺഗ്രസിന്റെ രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ് അദ്ദേഹമെങ്കിലും മലയാളി എന്ന നിലയിൽ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത്, ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൈകോർത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന വിമർശനം ആണ് പാർലമെന്റിൽ ഉന്നയിച്ചത്. അല്പസമയമെങ്കിലും പാർലമെന്റിനെ ചൂടുപിടിപ്പിച്ച ഒരു ചർച്ചയായി സിൽവർ ലൈൻ പദ്ധതി മാറിയിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ വെച്ച് തന്നെയാണ് പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com കാണുക. നമസ്കാരം.